സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ കുടുംബത്തെക്കാളേറെ നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം അറിയുന്ന എനിക്കായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അഹങ്കാരം പറയല്ല, ഒരു സൗഭാഗ്യമായിട്ട്, ഒരു ഭാഗ്യമായിട്ട്, ഒരു അഭിമാനമായിട്ട്, ഒരു അഹങ്കാരമായിട്ട് പറഞ്ഞു പോവാണ്. കാരണം ലത്തീഫ വിളിച്ചു പറഞ്ഞപ്പോ നടുവയൽ കുടുംബത്തിന്റെ കഥ എഴുതണമെന്ന് പറഞ്ഞപ്പോ, അതിന്റെ ചരിത്രം എഴുതണമെന്ന് പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ മാഷ് വന്നപ്പോ 2-3 വർക്കിന്റെ ഡ്യൂട്ടിയിലായിരുന്നു ഞാന്. പക്ഷെ അപ്പോഴും നടുവയൽ കുടുംബത്തിന്റെ കഥ എഴുതണമെന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയത്. പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞപ്പോ, മമ്മുഞ്ഞി ഉപ്പയുടെ ജീവിതത്തെ കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞപ്പോ എന്നെ അത് കൂടുതൽ കൂടുതൽ ചിന്തിപ്പിക്കുകയും വല്ലാതെ ആഹ്ലാദിപ്പിക്കുകയും വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. നമ്മളൊക്കെ ഹൈടെക്കിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ കാലത്ത് കാളവണ്ടിയിലൂടെയൊക്കെ പോയിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ട് ഉറങ്ങാതെയൊക്കെ പാടത്ത് പണിയെടുത്തിട്ട് കച്ചവടം ചെയ്തിട്ട് ഒരു കുടുംബത്തെ അതിന്റെ അന്തസ്സോടെ ലോകത്തിന്റെ മേൽവിലാസമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ നാടിന്റെ ഒരു അന്തസ്സിറ്റ ഒരു കുടുംബമാക്കി മാറ്റാൻ മമ്മുഞ്ഞുപ്പക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പിന്തലമുറക്കാരായിട്ട് വരാൻ കഴിഞ്ഞതൊക്കെ നിങ്ങളുടെ വലിയൊരു ഭാഗ്യാണ്. എനിക്കൊന്നും ഇല്ലാതെ പോയൊരു ഭാഗ്യാണ് നിങ്ങൾക്ക് ഉണ്ടായത്. ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇതൊക്കെ പറയുമ്പോ ഈ കുടുംബ സംഗമത്തിലൊക്കെ പോകുമ്പോ ഗസ്റ്റ് അല്ലാതെ, ഒരു സംഘാടകനല്ലാതെ, ഓരോരു കാഴ്ചക്കാരനായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനൊരു ചടങ്ങിൽ നിൽക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ലത്തീഫയുടെ ഒരു ചടങ്ങിൽ, ലത്തീഫ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ അങ്ങനെ മാത്രമേ എനിക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അത്രമാത്രം കടപ്പാടും നന്ദിയുള്ളൊരു മനുഷ്യനാണ്. ഇങ്ങനൊരു ചടങ്ങിലേക്ക് കൊണ്ടുവന്നതിന് ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഗ്രേറ്റ് അലക്സാണ്ടറുടെ ജീവിതത്തിൽ ഒരു കഥയുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം. ഗ്രേറ്റ് അലക്സാണ്ടറുടെ അമ്മ ഒരിക്കൽ പറയുന്നു, ലോകം കീഴടക്കിയ അലക്സാണ്ടർ, ലോകം അടക്കി ഭരിച്ച അലക്സാണ്ടർ, ലോകം തന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന എല്ലാ രാജ്യങ്ങളെയും തോൽപ്പിച്ച് ലോകത്തിന്റെ ചക്രവർത്തിയായി മാറിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അമ്മ ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തിക്ക് കത്തെഴുതുകയാണ്, മകനെ നിന്നൊന്ന് എനിക്ക് കാണണമെന്ന്. അലക്സാണ്ടർ ചക്രവർത്തി മറുപടി എഴുതുന്നു, അമ്മേ, ഒരു രാജ്യം കൂടി കീഴടക്കാനുണ്ട്. അത് കീഴടക്കിയിട്ട് അമ്മയെ കാണാൻ വേണ്ടി ഞാൻ വരും. ദിവസങ്ങളും മാസങ്ങളും കഴിയുകയാണ്. അമ്മ വീണ്ടും കത്തെഴുതുന്നു, മകനെ നിന്നൊന്ന് എനിക്ക് കാണണം. എന്റെ മകനെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ്. അലക്സാണ്ടർ ചക്രവർത്തി വീണ്ടും മറുപടി എഴുതുന്നു, അമ്മേ, ഒരു രാജ്യം കൂടി കീഴടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയെ കാണാൻ വേണ്ടി ഞാൻ വരും. കാലങ്ങൾ കഴിഞ്ഞു പോവാണ്. ഒരു ദിവസം അലക്സാണ്ടർ ചക്രവർത്തിക്ക് അസുഖം പിടിപ്പെടുന്നു. ലോകത്തിലെ പ്രമുഖരായിട്ടുള്ള ഡോക്ടർമാരൊക്കെ ചക്രവർത്തിയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ചികിത്സിച്ചു കൊണ്ടിരിക്കെ ഡോക്ടർമാർ പറഞ്ഞു, മിസ്റ്റർ അലക്സാണ്ടർ, ഇനി നിങ്ങൾ 12 മണിക്കൂർ മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ. ഉടൻ അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നു, ഡോക്ടറെ, ഒരു 24 മണിക്കൂർ എന്റെ ജീവിതത്തെ നീട്ടിത്തരാൻ കഴിയുമോ? കാരണം എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ എന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. ആ അമ്മയ്ക്ക് ഈ കൊട്ടാരത്തിലേക്ക് എത്തണമെങ്കിൽ 24 മണിക്കൂറിന്റെ യാത്രയുണ്ട്. ഒരു 24 മണിക്കൂർ നീട്ടിത്തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നു, ഡോക്ടർമാർ പറയുന്നു, ക്ഷമിക്കുക, ഞങ്ങൾ ദൈവങ്ങളല്ലെന്ന്. ഒരിക്കലും ഞങ്ങൾ ദൈവങ്ങളല്ല, ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരാൻ കഴിയില്ല. ഉടൻ അലക്സാണ്ടർ ചക്രവർത്തി അനുയായികളെ വിളിച്ചിട്ട് പറയുന്നു, മരിച്ചു കഴിയുമ്പോ എന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോ മൃതദേഹത്തിന്റെ ശവമഞ്ചത്തിൽ നിന്ന് എന്റെ 2 കൈകളും നിങ്ങൾ പുറത്തേക്ക് നീട്ടിവെക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയും ലോകം അടക്കി ഭരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയും മരിച്ചു പോകുന്നത് വെറും കൈയോടെയാണെന്ന് വരും തലമുറയെങ്കിലും തിരിച്ചറിയട്ടെ എന്ന് അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നു. ഞാൻ പറഞ്ഞത്, കാലം ഒരിക്കലെല്ലാം തിരികെ ചോദിക്കും. നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ അഴക്, നിങ്ങളുടെ അറിവ് എല്ലാം തിരികെ ചോദിക്കും. അതിനു മുമ്പ് നമ്മുടെ മനുഷ്യത്വം, നമ്മുടെ സ്നേഹം, നമ്മുടെ ബന്ധം, നമ്മുടെ കുടുംബ മഹിമ, നമ്മുടെ പൊക്കിൾ കൊടി ബന്ധം എല്ലാം കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അങ്ങനെ ഒരു വേദിയിൽ, അങ്ങനെ ഒരു സദസ്സിൽ, അങ്ങനെ ഒരു സംഗമത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.